കിലുക്കം എന്ന ഒരൊറ്റ സിനിമ മാത്രം മതി പ്രേക്ഷകർക്ക് രേവതി എന്ന നടിയെ ഓർമ്മിച്ചു വയ്ക്കാൻ. കിലുക്കം അല്ലാതെയും ഒരുപിടി മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി താരം മാറിയിട്ടുണ്ട്. വലിയ സ്വീകാര്യതയാണ് മലയാളത്തിൽ രേവതിക്ക് ലഭിച്ചിട്ടുള്ളത്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കാൻ രേവതിക്ക് സാധിച്ചിട്ടുണ്ട്. വലിയൊരു ആരാധക നിരയെ തന്നെയാണ് രേവതി സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ രേവതിയുടെ ശക്തമായ തീരുമാനങ്ങളും പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലായിരുന്നു ഒരിക്കൽ രേവതി ഒരു വലിയ തുറന്നുപറച്ചിൽ നടത്തിയിരുന്നത്. സഹപ്രവർത്തകയ്ക്ക് വേണ്ടിയിട്ട് അന്ന് സംസാരിച്ചത് രേവതി മാത്രമായിരുന്നില്ല, പല താരങ്ങളും അവിടെ എത്തിയിരുന്നു. റിമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത്, പത്മപ്രിയ തുടങ്ങി പലരും അന്ന് പലതരത്തിലുള്ള തുറന്നുപറച്ചിലുകളാണ് നടത്തിയത്. എന്നാൽ അവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി സിനിമാ ലോകത്തെ ചെയ്തികളെ തുറന്നു കാട്ടിയത് രേവതിയാണെന്ന് പറയുന്നതാണ് സത്യം. കാരണം രേവതി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും സിനിമാ ലോകത്തെ ഒന്നാകെ ഞെട്ടിപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. മലയാള സിനിമയിലടക്കം ലൈംഗിക പീഡനം നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു രേവതി പറഞ്ഞത്. സിനിമയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരമായ ചില അനുഭവങ്ങളെക്കുറിച്ചും ചിലർ ആ സമയത്ത് തുറന്നു പറഞ്ഞിരുന്നു. അപ്പോഴായിരുന്നു രേവതി ഒരു 17 വയസ്സുകാരിയായ പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്റെ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുവന്ന ഒരു കാര്യം തുറന്നു പറഞ്ഞത്. അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടി അവളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്റെ വാതിലിൽ മുട്ടിയിരുന്നു. അവൾക്ക് സിനിമയിൽ നിന്നും മോശമായ തരത്തിലുള്ള ഇടപെടലാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് അവൾ തന്റെ അരികിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തിയത്. മലയാള സിനിമയിലടക്കം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. 25 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അർദ്ധരാത്രി ഒരു 17കാരി പെൺകുട്ടി തന്റെ വാതിൽ വന്ന് സഹായത്തിനായി മുട്ടി. കൂടെ അവളുടെ പ്രായമായ മുത്തശ്ശിയും ഉണ്ടായിരുന്നു. രാത്രി 11:30 സമയത്താണ് അത് സംഭവിച്ചത്. അവളുടെ വാതിലിൽ ആരോ തുടർച്ചയായി മുട്ടിയപ്പോഴാണ് അവൾ സഹായത്തിനായി തന്റെ അരികിൽ എത്തിയത് എന്നും നടി രേവതി പറഞ്ഞു. അന്ന് ഒരു തരത്തിലുള്ള ലൈംഗിക പീഡനവും നടന്നിട്ടില്ല, പക്ഷെ ഇന്നും അത് എന്റെ മനസ്സിൽ കിടന്ന് വിങ്ങുകയാണ്. ഇനിയെങ്കിലും ഇത്തരമൊരു സംഭവം നടക്കരുത് എന്ന് ചിന്തിച്ചാണ് പിന്നീട് ഇത് തുറന്നു പറഞ്ഞത്. ഒരു സമയത്ത് മീറ്റു ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് എന്ന് മോഹൻലാൽ പറഞ്ഞതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രേവതി രംഗത്തെത്തിയിരുന്നു. ഇത്തരക്കാരെ ഇത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പോലും നടി അന്ന് ചോദിച്ചിരുന്നു. അഞ്ജലി മേനോൻ പറയുന്ന പോലെ ചൊവ്വയിൽ നിന്ന് വന്നവർക്ക് ലൈംഗിക പീഡനം എന്നത് എന്താണെന്ന് പോലും അറിയില്ലെന്നും ഒരു സ്ത്രീ അതെന്തുകൊണ്ടാണ് തുറന്നു പറയുന്നത് എന്നും ആ തുറന്നു പറച്ചിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്ന് അറിയില്ല എന്ന് മോഹൻലാലിന് മറുപടിയായി അന്ന് രേവതി ട്വിറ്ററിൽ കുറിച്ചിരുന്നു. അന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ നേരെ ലൈംഗിക അതിക്രമം നടന്ന് എന്നറിഞ്ഞിട്ടും പോലീസിൽ പരാതി നൽകിയില്ല എന്നാരോപിച്ച് രേവതിക്കെതിരെ വിമർശനം ഉണ്ടാവുകയും കേസ് കൊടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അന്ന് ആ കുട്ടിയെ ആരും ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നില്ല. വാതിൽ മുട്ടുകയും വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. അന്ന് അവളെയും അമ്മൂമ്മയെയും ഉള്ളിൽ കയറ്റി വാതിൽ പൂട്ടി ഞാനും അവരും വലിയ ഭയത്തോടെയാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത്. ആ പ്രായത്തിൽ ആ സംഭവത്തിന് പിന്നിൽ ആരെന്ന് തേടിപ്പോകാനുള്ള ധൈര്യം തനിക്കുണ്ടായില്ല. ഒരുപാട് കാലം മനസ്സിൽ കിടന്ന് നീറിയ ഒരു വിഷയമായതിനാൽ തുറന്നു പറഞ്ഞു എന്നേയുള്ളൂ. ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്കെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സിനിമാ രംഗത്തെ ക്രൂരതകൾ വെളിപ്പെടുത്തുകയായിരുന്നു രേവതി ചെയ്തത്. ആവശ്യം വരികയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നും പറഞ്ഞിരുന്നു. സിനിമാ ലോകത്തുള്ള പല നായികമാരും അനുഭവിച്ചിട്ടുള്ള മോശം അനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിലവിൽ വന്നതായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോകുമെന്നായിരുന്നു അന്ന് പാർവതി തിരുവോത്ത് പറഞ്ഞത്. ആ പറഞ്ഞത് സത്യമായതുപോലെയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പല സംഭവങ്ങളും പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീണും പലരും ഇപ്പോഴും കാണാമറയത്തുമാണ്.